നൂറയ്ക്കുള്ള മെഡിസിൻ എടുത്തുകൊണ്ട് വന്നത് അനീഷാണ്. അപ്പോൾ ആദിൽ അടുത്തിരിപ്പുണ്ട്. നൂറ പറയുകയാണ് ഇവിടെ വെച്ചോ. അപ്പം ആദിൽ അവിടെ നിന്നിട്ട് പറയുന്നു, അവിടെ വെച്ചേരെ. ആര് പറഞ്ഞതൊക്കെ എടുത്തുകൊണ്ട് വരാൻ? പോസ്റ്റ്മാനാണോ? അനീഷ് പറയുന്നുണ്ട് മെഡിസിൻ കയ്യിൽ വാങ്ങിക്ക്, താഴെ വെക്കണ്ടല്ലോ. അപ്പം ആദിൽ പറയുകയാണ് പോസ്റ്റ്മാനല്ലേ, പോസ്റ്റ് അവിടെ വെച്ചിട്ട് പോയിക്കോ. നൂറ പറയാണ് ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഈ മെഡിസിനും കാര്യങ്ങളും ഒന്നും എടുത്ത് കൊടുക്കല്ലേ, അത് കൊള്ളൂല. നിങ്ങളാരാ ഞങ്ങളുടെ ഏട്ടനോ? ആദര ചോദിക്കുന്നുണ്ട്. അപ്പം നൂറ പറയാം സ്ട്രേഞ്ചർ. ഇന്നലെ നിങ്ങൾ ഞങ്ങളുടെ മുഖത്ത് നോക്കിയില്ലേ പറഞ്ഞ് ഞങ്ങളെ ഇഷ്ടമല്ലെന്ന്, പിന്നെ എന്തിനാ മെഡിസിനും കാര്യങ്ങളും എടുത്തിട്ട് വന്ന് അവിടെ വെച്ചേക്കൂ, അതവിടെ വെച്ചേക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയാം കൈ നീട്ടു, വലത്ത് കൈ നീട്ടു. ഇല്ല ഞാൻ വാങ്ങിക്കത്തില്ല, അത് അവിടെ അങ്ങ് വെച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ആരുടെ സിമ്പതിയുടെ ആവശ്യമൊന്നും ഇല്ലെന്ന് അതിലിരുന്ന് പറയുന്നുണ്ട്. അപ്പം നൂറ പറയുന്നുണ്ട് ഇവിടെ വെക്ക്, ഇവിടെ വെക്ക്, ഞാൻ എടുത്തോളാം, എൻ്റെ കയ്യിൽ തരണ്ട, ഇവിടെ വെച്ചാൽ മതി. വലിയ കാര്യത്തിൽ പോയി എടുക്കുന്നുണ്ടല്ലോ. നിങ്ങളാരാ ഇവിടുത്തെ? ഞങ്ങളുടെ മൂത്താപ്പയാണോ ഇവിടുത്തെ? മൂത്താപ്പയെന്ന് പറഞ്ഞാൽ വാപ്പാടെ മൂത്ത ജ്യേഷ്ഠനെയാണ് മൂത്താപ്പ എന്ന് വിളിക്കുന്നത്. ആ റോൾ ആർക്കും കൊടുക്കാൻ താല്പര്യമില്ലെന്ന് അതിൽ പറയുന്നുണ്ട്. നൂറ പറയുന്നുണ്ട് ഇവിടെ വെച്ചോ, ഇവിടെ വെച്ചാൽ മാത്രം മതി, മെഡിസിൻ ഇവിടെ വെച്ചോ. നിങ്ങളെന്നെ കൈനീട്ടം ഒന്നും തരണ്ട, നിങ്ങളിവിടെ അങ്ങ് വെച്ചാൽ മതി. നിങ്ങളിങ്ങനെ വാശി പിടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല കേട്ടോ. എനിക്ക് ഒട്ടും താല്പര്യമില്ല നിങ്ങളെടുത്ത് ഇങ്ങനെ സംസാരിക്കാനും തർക്കിക്കാനും. അതിൽ ഉടനെ തന്നെ ഒനിലിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ക്യാപ്റ്റൻ ഒനിലേട്ടാ, മെഡിസിനോ കാര്യങ്ങളോ എന്തെങ്കിലും ഞങ്ങളുടെ വരുവാണെന്നുണ്ടെങ്കിൽ സ്റ്റോർ റൂമിൽ വരുമ്പോൾ ഒന്ന് അറിയിച്ചാൽ മതി, ഞങ്ങൾക്ക് പോയി എടുക്കാനായിട്ട് അറിയാം കേട്ടോ. അതിൻ്റെ ഒന്ന് തീരുമാനമാക്കണം. ഭയങ്കര വെറുപ്പീരാണ് കേട്ടോ. പിന്നെ മെഡിസിൻ ആണെങ്കിൽ ഞങ്ങൾ പോയി എടുത്തോളാം, ഡെയിലി ഇവൾക്ക് മെഡിസിൻ ഉള്ളതാണ്, ഞങ്ങൾക്കറിയാൻ പോയി എടുക്കാം. ഭയങ്കര വെറുപ്പീരാണ് ഇത്. ഇയാളോട് ഇവിടുന്ന് പാമ്പറ വെറുപ്പിക്കാതെ. ആദില പറയണം. അപ്പം നൂറ പറയുന്നുണ്ട് ഇവിടെ വെച്ചോ. ഇയാളാരാ ഇവിടെ മെഡിസിൻ എടുത്ത് കൊടുക്കാൻ? ഇയാൾ ഇവിടുത്തെ മൂത്താപ്പയോ? ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മെഡിസിനും ഡ്രസ്സും ഒക്കെ എടുക്കാനായിട്ട്. അപ്പം നൂറ പറയാണ് എനിക്കറിയാം എൻ്റെ മെഡിസിൻ എടുക്കാൻ, എനിക്ക് ആരുടെ സഹായത്തിൻ്റെ ആവശ്യമില്ല, നാളെ തൊട്ട് ഞങ്ങൾക്കറിയാം മെഡിസിൻ എടുക്കാൻ, ഞങ്ങളുടെ മെഡിസിൻ എടുക്കണ്ട എന്ന് പറയുമ്പോൾ അനീഷ് പറയുന്നുണ്ട് നാളെയും ഞാൻ തന്നെ മെഡിസിൻ എടുത്ത് തരും. അതിലെ നൂറേൻ ടാർഗറ്റ് ചെയ്യുന്ന ഒരാളാണ് അനീഷ്, ഒരാൾ നമ്മുടെ നെവിനാണ്. ഇവരെപ്പോഴായാലും അനീഷ് പറയുന്ന കാര്യങ്ങൾ ആദില കേൾക്കത്തേയില്ല. അന്നേരം അനീഷ് അത് ചെയ്യിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇവർക്ക് ഒരു സ്നേഹമായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്ത് അവരുടെ മെഡിസിൻ എടുത്തുകൊണ്ട് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. അത് കൈ വാങ്ങിക്കാൻ നൂറ് തയ്യാറല്ല. എന്നിട്ട് അതിൻ്റെ പുറത്ത് അതിൽ ഓരോ കാര്യങ്ങൾ പറയുക. അനീഷ് വന്ന ആ വെസൽസ് ക്ലീൻ ചെയ്യാനായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ കറക്റ്റായിട്ട് ചെയ്യത്തില്ല. അപ്പോൾ അനീഷ് അവിടെ വന്നിട്ട് അതിലോട് പറഞ്ഞ് അതിലെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കും. അത് മൊത്തം അതിൽ 2-3 മണിക്കൂറോളം അതൊരു വലിയ വിഷയമാക്കി മാറ്റും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ മെഡിസിൻ കൊണ്ട് കൊടുത്തപ്പോൾ ആ മെഡിസിൻ അത് 100 അങ്ങ് വാങ്ങിയാൽ മതിയായിരുന്നു. അപ്പോൾ 100 വാങ്ങിക്കത്തില്ല. അപ്പോൾ അതിനെ പറ്റിയുള്ളൊരു സംസാരം വീണ്ടും അത് അവിടെ ഒരു തർക്കമാണ്.